എപ്പോഴാണ് നമുക്ക് ഒരാളെ ഇഷ്ടമാവുന്നത്? അപ്പം ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ ഇഷ്ടമാവുന്നത് അയാൾ കൊണ്ട് നടക്കുന്നൊരു ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ടാവും അയാളുടെ ഉള്ളിൽ. അതായത് ഹാപ്പിയുള്ള ഒരാളായിരിക്കണം, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളായിരിക്കണം, അങ്ങനെയുള്ള കുറച്ച് ഷോപ്പിംഗ് ലിസ്റ്റുകളുണ്ടായിരിക്കും. കോമഡി പറയുന്ന ആളായിരിക്കണം, അങ്ങനെയുള്ള ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ട്. അപ്പം ഈ ഷോപ്പിംഗ് ലിസ്റ്റിലെ സംഭവങ്ങളുമായിട്ട് മാച്ച് ആവുന്ന വ്യക്തികളെയാണ് നമ്മൾ ശരിക്കും നമുക്ക് ഇഷ്ടമുള്ള വ്യക്തികൾ എന്ന് നമ്മൾ പറയുന്നത്. ശരിക്കും അത് ഇഷ്ടമുള്ള വ്യക്തികൾ എന്ന് പറയുന്നതിനേക്കാൾ നമ്മുടെ ഷോപ്പിംഗ് ലിസ്റ്റിന് മാച്ച് ആവുന്ന വ്യക്തികൾ എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. എങ്ങനെയാണ് ഈ ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ടായത് എന്നാണ് രണ്ടാമത്തെ ചോദ്യം. ഈ ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ടായത് തീർച്ചയായിട്ടും നിങ്ങളുടെ പാസ്റ്റ് അനുഭവങ്ങളിൽ കൂടെ തന്നെയാണ്. ഞാൻ എപ്പോഴും മിക്ക വീഡിയോസിലും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ കണ്ടീഷനിങ്സ്, നിങ്ങൾ ജനിച്ച് നിങ്ങൾ വളർന്നു വന്ന സാഹചര്യത്തിൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ള നെഗറ്റീവ്സ്, പോസിറ്റീവ്സ്, നിങ്ങളുടെ അഭിരുചികൾ, ഈ സാധനങ്ങളെല്ലാം കൂടെ ഒരു അവിയൽ പോലെ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പം ഈ സാധനങ്ങൾ മാച്ച് ആവുന്ന വ്യക്തികളെയാണ് നമുക്ക് ശരിക്കും ഇഷ്ടമുള്ള വ്യക്തികൾ നമ്മൾ പറയുന്നത്. ഓക്കെ, അതൊന്നാമത്തെ കാര്യം. അപ്പം അങ്ങനെ ഇഷ്ടമുള്ളൊരു വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെപ്പോഴും ഫ്രണ്ടായിട്ടോ, റിലേഷനായിട്ടോ, ലവറായിട്ടോ, ഇവൻ മാരേജ് ആയിട്ടോ, ഇനി എന്തായിട്ടും നമ്മൾ അവരോട് നമ്മൾക്കൊരു റിലേഷൻഷിപ്പ് നമ്മൾ സ്ഥാപിച്ചെടുക്കും. ഓക്കെ, ആൻഡ് വിൽ ബി വെരി ഗുഡ്, വിൽ ബി വെരി ഹാപ്പി ദാറ്റ് വി ഗോട്ട് അവർ ഗിഫ്റ്റ്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കടയിൽ നിന്ന് ഒരു നല്ല ഇഷ്ടപ്പെട്ടൊരു സാധനം വാങ്ങിച്ച ഒരു ഹാപ്പിനെസ് എപ്പോഴും നമുക്കത് ഉണ്ടാവും. ദ ഇഷ്യൂ സ്റ്റാർട്ട്സ് വെൻ വി ഗെറ്റ് ടു നോ ഈച്ച് അതർ മോർ. നമ്മൾ കൂടുതൽ അവരെ അടുത്തറിയാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, തീർച്ചയായിട്ടും നമ്മൾക്ക് എക്സാക്ട്ലി നമ്മുടെ മൈൻഡിൽ ഉള്ള ടൈപ്പ് ഒരു മനുഷ്യൻ എക്സാക്ട്ലി, അതായത് അതിൻ്റെ ഡിറ്റോ കോപ്പി നമ്മുടെ ഷോപ്പിംഗ് ലിസ്റ്റിനായിട്ട് ഡിറ്റോ ആയിട്ട് മാച്ച് ചെയ്യുന്ന, ഈ ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഷെയ്ഡ് പറയും, അതായത് നമ്മൾ നെയിൽ പോളിഷിൻ്റെ ഷെയ്ഡ് പറയാറുണ്ട്, ഷെയ്ഡ്. അപ്പം എക്സാക്റ്റായിട്ട് ഏകദേശം ഒരേ കണക്കിരിക്കുന്ന ഷെയ്ഡിനെ നമുക്ക് ഓക്കെ ആയിരിക്കും, പക്ഷേ എക്സാക്ട്ലി ആ ഒരു ഷെയ്ഡ് ഉണ്ടാവത്തില്ല. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ആ കുറേ കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു വ്യക്തി ഉണ്ടാവും. എന്നാൽ ആ വ്യക്തിക്കും ഡീറ്റെയിൽഡ് ആയിട്ടും അല്ലെങ്കിൽ ഡീപ്പായിട്ടും നമ്മൾ അയാളെ മനസ്സിലാക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും എക്സാക്ട്ലി ആ മാച്ചിങ് ഉണ്ടാവണമെന്നില്ല. ആ വ്യക്തിക്ക് ചിലപ്പോൾ മറ്റ് ചില ക്വാളിറ്റീസ് ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റ് ചില നെഗറ്റീവ്സ് ഉണ്ടാവും. അത് നമുക്ക് ഇഷ്ടപ്പെടാത്ത ക്വാളിറ്റീസും നെഗറ്റീവ്സും ആയിരിക്കും. അപ്പോൾ ആസ് ടൈം പാസസ് നമ്മൾ കൂടുതൽ മനുഷ്യനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഇഷ്യൂ ഉണ്ടാവും. അതായത് നമുക്ക് മനസ്സിലാവും എക്സാക്ട്ലി നമ്മുടെ ഷോപ്പിംഗ് ലിസ്റ്റിന് ചേർന്ന ആളല്ല ഈ കക്ഷി എന്നുള്ള കാര്യം. അവിടെയാണ് എന്ത് സംഭവിക്കുന്നത്? നമുക്ക് പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പോഴാണ് നമ്മൾ പറയുന്നത്, നീ ഇങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തുമാത്രം അബ്സർഡാണ് ആ ഒരു ആൻസർ. നീ ഇങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതുകൊണ്ട് അതായത് നമ്മുടെ പ്രശ്നം, അതായത് നമുക്ക് അയാളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നം അയാളുടെ മുകളിൽ ചരുവാണ്. നീ അങ്ങനെ ആയതുകൊണ്ടാണ് എനിക്ക് നിന്നെ ഇഷ്ടമല്ലാത്തതെന്നുള്ള രീതിക്ക്. ഓഫ് കോഴ്സ് സമൂഹം അക്സെപ്റ്റ് ചെയ്യുന്ന ചില റൈറ്റ്സും റോങ്സും ഉണ്ട്. ആ റോങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ ആ വ്യക്തിയെ ഒഴിവാക്കുകയോ ഒക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ ഞാൻ പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടല്ല. ഞാൻ പറയുന്നത് അയാളുടെ ചില ക്വാളിറ്റീസ്, അയാൾ ചിലപ്പം ഉറച്ചു ചിരിക്കുന്ന ആളായിരിക്കും, അതൊരിപ്പം നമുക്ക് ഇഷ്ടമായിരിക്കത്തില്ല. മേ ബി നമുക്ക് പഴയ എന്തെങ്കിലും കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുമായിരിക്കും. അപ്പോൾ അത് നമുക്ക് പ്രോബ്ലം ആവും. ഇതെല്ലാം നമ്മുടെ ഇമോഷണൽ ഇഷ്യൂസാണ്, നമ്മുടെ ഇഷ്യൂസാണ്. അത് എപ്പോൾ അയാളുടെ ഇഷ്യൂസാണെന്ന് പറയുന്നു, അവിടെ നമ്മുടെ ഗെയിം ഓവറായി തുടങ്ങി. കുറച്ച് ചിരിക്കുന്ന ആളെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇഷ്യൂ ആണ്. അത് കറക്റ്റ് ചെയ്തിട്ട് നമ്മളല്ലേ. അതായത് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് തലവേദന എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയാണ്, ഓക്കെ ഈ മരുന്ന് നിങ്ങളുടെ നൈബറിന് കൊടുക്കുക, നിങ്ങളുടെ തലവേദന മാറും എന്ന് പറയുന്ന പോലെയാണ്. മരുന്ന് കഴിക്കേണ്ട ആളല്ല മരുന്ന് കഴിക്കുന്നത്, നമ്മൾ അവരെ മാറ്റാൻ ശ്രമിക്കുകയാണ്. ആ വ്യത്യസ്തം മനസ്സിലായോ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ദ ഇഷ്യൂസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്യൂസ് നിങ്ങൾ മറ്റുള്ളവരുടെ പ്രൊജക്റ്റ് ചെയ്യുകയല്ല വേണ്ടുന്നത്. ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്ന സാധനം മറ്റേ ആളെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, ആസ് ദേ ആർ. ഓക്കെ, ഒരിക്കലും നമുക്ക് വേണ്ടി അയാൾ ചേഞ്ച് ആവണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ആർക്ക് വേണ്ടി നമ്മളും ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല. നമ്മൾ ചേഞ്ച് ആവാം. എപ്പോഴാണ് ചേഞ്ച് ആവുന്നത്? ഇയാൾ ഇങ്ങനൊരു കാര്യം ഞാൻ പറയുകയാണ്, ഇങ്ങനൊരു ഇഷ്യൂ കൊണ്ടെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുന്നു, നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നു, നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കുന്നു. അതിനുശേഷം നമുക്ക് തോന്നുവാണ്, അതെ ഈ ഒരു സ്വഭാവം നല്ലതല്ല, നമുക്ക് മാറ്റണം എന്ന് നമുക്ക് തോന്നുന്നെങ്കിൽ നമുക്ക് മാറ്റാം. പക്ഷെ ഒരിക്കലും മറ്റൊരാൾക്ക് നമ്മുടെ സ്വഭാവം ഇഷ്ടമല്ല എന്നതുകൊണ്ട് നമ്മളത് മാറ്റേണ്ട ആവശ്യമില്ല. അതുപോലെ തിരിച്ചും മറ്റൊരാളുടെ സ്വഭാവം, അയാൾക്ക് ഇഷ്ടമുള്ളൊരു സ്വഭാവം മാറ്റാൻ പറയാൻ നമുക്ക് യാതൊരു അവകാശമില്ല. നമ്മുടെ റിലേഷൻഷിപ്സ്, അത് ഞാൻ ഒരു ലവിങ് റിലേഷൻഷിപ്പ് മാത്രമല്ല പറയുന്നത്, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, എന്ത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാമ്പെന്ന് പറയുന്നത് അവിടെ ഒരു പീസ് ഉണ്ടാവാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്നത് നമ്മൾ
എന്ത് ചെയ്യരുത്? നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ മറ്റുള്ളവരുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. അവർ നമുക്ക് വേണ്ടുന്ന പോലെ ബിഹേവ് ചെയ്യണം എന്ന് വിചാരിക്കരുത്. സോ ദാറ്റ്സ് വാട്ട് ഐ ഹാവ് ടു സേ ടുഡേ. താങ്ക്സ് എ ലോട്ട്.